അപ്പൊ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു അടിപൊളി സ്ക്രീൻ റെക്കോർഡിംഗ് അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് ടൂൾ പരിചയപ്പെട്ടാലോ? അതാണ് ഡെമോ ക്രിയേറ്റർ ബൈ വണ്ടർഷെയർ. ഡെമോ ക്രിയേറ്റർ ഒരു ഓൾ ഇൻ വൺ ഫ്രീ ടു ഡൗൺലോഡ് ടൂൾ ആണ്. ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ ഫോണിൽ അല്ലെങ്കിൽ ക്യാമറയിലൊക്കെ എടുത്ത വീഡിയോസ് എളുപ്പത്തിൽ കട്ട്, സ്പ്ലിറ്റ്, മെർജ്, ട്രിം ഒക്കെ ചെയ്യാം. ഡെമോ ക്രിയേറ്ററിൽ വെബ് ക്യാമും മൈക്രോഫോണും ഉപയോഗിച്ച് നിങ്ങൾക്ക് ലൈവ് സ്ക്രീൻ റെക്കോർഡിംഗ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഗെയിം പ്ലേ വീഡിയോസും പ്രസന്റേഷൻ വീഡിയോസും ഒക്കെ 4K ക്വാളിറ്റിയിൽ ലൈവ് സ്ക്രീൻ റെക്കോർഡിംഗ് ചെയ്യാം. ഇതിൽ നിങ്ങളുടെ വീഡിയോസ് റീസൈസും ക്രോപ്പും ഒക്കെ ചെയ്ത് വെർട്ടിക്കൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഫോർമാറ്റിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്. SFX സ്റ്റോറിൽ നിങ്ങൾക്ക് പലവിധ വീഡിയോ എഫക്ട്സും ട്രാൻസിഷനും പിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈസിലി ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ ഡി നോയ്സ് ഓപ്ഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പിന്നിലെ നോയ്സ് ഒക്കെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് പലവിധ വീഡിയോ എഫക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് വീഡിയോ എഡിറ്റ് ചെയ്യാനും, ഗെയിമിംഗ് ക്രിയേറ്റേഴ്സിന് ഗെയിം പ്ലേ വീഡിയോസ് ഉണ്ടാക്കാനും, സ്റ്റുഡൻസിന് വീഡിയോ പ്രൊജക്ട്സും പ്രസന്റേഷൻ ഉണ്ടാക്കാനും, ടീച്ചേഴ്സ് അല്ലെങ്കിൽ കോച്ചസിന് ഓൺലൈൻ വീഡിയോ കോഴ്സ് ഉണ്ടാക്കാനും, മാർക്കറ്റേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സിന് സോഷ്യൽ മീഡിയ കണ്ടന്റ് എഡിറ്റ് ചെയ്യാനും, ഇതിനെല്ലാത്തിനും നമ്മുടെ ഡെമോ ക്രിയേറ്റർ ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഓൾ ഇൻ വൺ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് എന്റെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് വഴി ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യും. അപ്പോൾ ഡെമോ ക്രിയേറ്റർ യൂസ് ചെയ്യുന്നവര് ഉറപ്പായിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മുടെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം. അപ്പൊ അടുത്തൊരു ബെല്ലോട് കൂടി നമ്മുടെ വീഡിയോ ആരംഭിക്കുകയാണ്. പൊളിക്കും. എന്നാലും പി ടി സാറല്ലേ വരുന്നത്, നമ്മളൊന്ന് പൊളിക്കണ. സാറവിടെ പോവാ ടൂറിന്? അല്ല, പി ടി സാറല്ലേ ടൂറിന് വരുന്നേ? പി ടി സാറിന് മറ്റേ സ്കൗട്ടിന്റെ എന്തോ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതെന്താ ഞാൻ വന്ന് ഇഷ്ടപ്പെട്ടില്ലയോ? കുഴപ്പമൊന്നുമില്ല. അതാ നമ്മുടെ മാത്സിന്റെ പുസ്തകേ എന്റെ ഉണ്ട് കേട്ടോ. ശുഭ, ഒരു കാര്യം ചെയ്യ്, എല്ലാരും ലൈനായിട്ട് ഇരിക്കും. അപ്പൊ എല്ലാരും വണ്ടിയിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും കൗണ്ട് ചെയ്യണം. മനസ്സിലായോ? സ്റ്റാർട്ട് ചെയ്തോ. ഇവിടുന്ന് നമ്മൾ അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നിങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ മാന്യമായിട്ട് വേണം എല്ലായിടത്തും പെരുമാറാൻ. മനസ്സിലാവുന്നുണ്ടോ? ഈ പരുന്തിനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ID കാർഡ് എന്തേ? അല്ല സാറേ, ടൂർ പോകുമ്പോ ID കാർഡൊക്കെ ടൂർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ക്യാൻസൽ ചെയ്യാനുള്ള സംഭവം ഉണ്ടാക്കരുത്. അയ്യോ സോറി സാറേ, ക്യാൻസൽ ചെയ്യല്ലേ. സുബിനെ, ഈ ഒരു വട്ടത്തേക്ക് ഞാനങ്ങ് ക്ഷമിക്കുക. ഇനി ഇതിങ്ങനെ ആവർത്തിക്കരുത്. സുബിനെ, ഓൾറെഡി നമ്മൾ താമസിച്ചു. വണ്ടി കയറി പെട്ടെന്ന്. അപ്പൊ എല്ലാരും ഇരുന്നോ? ആർക്കേലും ഛർദിക്കുന്ന അല്ലെങ്കിൽ ടിവിയുടെ സൗണ്ട് പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്തുണ്ടെങ്കിലും പറയണം കേട്ടോ. ഒരു കാര്യം പറയാനുണ്ട്. ഇതാണ് എന്റെ മകൻ അഖിൽ. ഓസി അടിക്കാൻ വന്നാനെ. ആരാത് പറഞ്ഞേ? സുബിനെ, ആരാത് പറഞ്ഞെന്ന്? എനിക്ക് ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ആരാ പറഞ്ഞ അറിയണം. അങ്ങോട്ട് സംസാരിക്കാൻ പാടില്ല. ഓക്കെ? അപ്പൊ ഇരുന്നിടത്ത് തന്നെ ഇരിക്കുക. ആരും തന്നെ സീറ്റ് മാറാൻ പാടില്ല. സുബിനെ, മനസ്സിലാവുന്നുണ്ടോ? സുബിനെ നോക്കണം കേട്ടോ. പെണ്ണുങ്ങള് മിണ്ടാൻ പോകരുത്. ആണുങ്ങളോട് മിണ്ടാൻ പോകരുത്. അങ്ങ് ചെല്ലുന്നിടം വരെ. മോനെ, തണുക്കുന്നുണ്ടെങ്കിലേ കമ്പിളി എടുത്ത് പോച്ചോ. അല്ലാതെ ഊട്ടി ചെന്നിട്ട് പോയിച്ചാൽ മതിയോ? എന്നാലും മതി. അച്ഛാ, ഞാൻ ബൈക്കിലോട്ട് പോയിക്കോട്ടെ. സുബിനെ, അഖില് ബൈക്കിലോട്ട് വരുവാന്ന് വിട്ടേക്കാനോ? എന്റെ ഈ പെൺഡ്രൈവ് ഉണ്ട്, ഞാൻ കൊണ്ടുപോയി പാട്ടിട്ടെ. ആരാ പാട്ടിട്ടെ? സുബിനെ, ആ പാട്ട് ആരായിട്ടെന്ന് എനിക്ക് പറയണം. ആരായിട്ടെ? ഓഫാക്ക് ഡ്രൈവർ, ആ പാട്ട് ഓഫാക്ക്. സാറേ, കുറച്ചു നേരം TV ഒന്ന് വെക്കുവോ? ആ ടിവിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, എന്റെ ഒരു പെൺഡ്രൈവ് ഉണ്ടായിരുന്നു. ഈ മനുഷ്യനെ ചന്ദ്രൻ ഇറങ്ങിയ ഒരു വീഡിയോ. ഞങ്ങളുടെ ഈ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോ നേരെ പോയി. സാറേ പിള്ളേർക്കൊക്കെ ഒന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടി ഒരടിച്ചുപൊളി ഒരു പാട്ടിടാവും. സൗണ്ട് കുറച്ചിടാങ്കി ഒരെണ്ണം കിട്ടും. സൗണ്ട് ഇട്ടോട്ടെ. ഇട്ടോ. പക്ഷെ ഒരു കാര്യം, ബസ്സിനൊന്നും പറ്റരുത്. ഡ്രൈവർ ഒരു കാര്യം ചെയ്യും, ഇവർക്ക് ഒരു പാട്ട് കൊടുത്ത് അടിച്ചുപൊളി പാട്ട്, കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം, നമ്മൾ ഇവിടുന്ന് ഊട്ടിയിൽ എത്തുന്നത് വരെ ആരും ഉറങ്ങാനും പാടില്ല, ഇരിക്കാനും പാടില്ല. ഫുള്ള് വൈബ് ആയിരിക്കണം. വൈബ്. സാറിന് കാണ്ട പോലെ വാടാ. എന്തോ സാറേ? പാട്ട് വേണ്ട, ലൈറ്റ് ആയിട്ടുള്ള പാട്ട് ഇട്ടാ മതി. നെഞ്ചുവേന. പോ. പെണ്ണുങ്ങളല്ല അപ്പുറത്തോടെ പോയോ? എന്തായാലും ഈ ടൂറ് കുളമായി. എന്താ ബസ് നിർത്തിയ? ഊട്ടി എത്തിയോ? കഴിക്കാനാ? വിളിക്കട്ടെ പിള്ളേരെന്നാ മക്കളെ. അപ്പൊ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി ഇറങ്ങാം. എല്ലാവർക്കും എന്താ ഇഷ്ടമുള്ള കഴിച്ച കേട്ടോ.
വെജ്. വെജോ? നോൺ വെജ് എന്നാണല്ലോ പറഞ്ഞത്. ഈ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റി കഴിഞ്ഞാലേ ഐ ഹാവ് ദി റെസ്പോൺസിബിലിറ്റി. എനിക്ക് മിണ്ടണ്ട, ആരും മിണ്ടണ്ട. കഴിക്കാൻ വേണ്ടവരൊക്കെ ഇറങ്ങി വരിക, ഞാൻ അങ്ങോട്ട് പോവാ. ആ എടാ ഇതൊക്കെ നീ എവിടുന്ന് മേടിച്ചടാ? എടാ ഇതൊക്കെ വില പേശി മേടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നല്ല ലാഭത്തിന് മേടിക്കാൻ പറ്റും. ഇതെല്ലാം നീ എത്ര രൂപയ്ക്ക് മേടിച്ചു? ഇത് 2000 രൂപ, ഇത് 3000 രൂപ. ലാഭമായില്ലയോ? ആണോ? നിനക്ക് മേടിച്ചു തരണോ? എനിക്ക് അവിടെ ഒരു തൊപ്പി മേടിച്ചു തരുമോ? അണ്ണാജി அந்த வெள்ளத்தொப்பி எவ்வளோ ஆகும்? தம்பி அது வந்து இந்த வெள்ளை தொப்பிக்கு 1000 ரூபாய், இந்த கருத்த தொப்பிக்கு வெறும் 2000 ரூபாய். 1000 രൂപ ജാസ്തി. 950 ആണെങ്കിൽ മേടിക്കാം. എടാ നിനക്ക് വിലപേശി നല്ല എക്സ്പീരിയൻസ് ആണല്ലോ. നീ ഒരു വിലപേശി മോൻ തന്നെ. அது வந்து தம்பி 950 നഷ്ടം ആനാലും പരവായില്ല. താങ്ക്സ് ഡാ. അപ്പല്ലേ എന്നെ ആ തമിഴം പറ്റിച്ചടാ. എടാ നിനക്ക് വില പേശാൻ അറിയാത്തോണ്ടാടാ. എടാ കുറച്ചുകൂടെ വില കഴിച്ചായിരുന്നു 25 രൂപയ്ക്ക് കിട്ടിയേന്. ഇതിപ്പോ 50 വരെ മേടിച്ചടാ എന്റെ നോക്കി വേറെ ആരോട് പറഞ്ഞല്ലോ, നീ വിത്തുവിനോട് പറയില്ല കേട്ടോ. ഈ മാല നീ കാട്ടി. സുബിനെ, അതാരാ സുബിനെ അത്? അതാരാ സുബിനെ അത്? 10 രൂപയുടെ കടയിൽ കയറിയിട്ട് 100 രൂപയുടെ സാധനം കൊണ്ട് ഇറങ്ങിയത് ആരാ സുബിനെ അത്? ആരാ അത്? എനിക്ക് ഒരു പേര് കിട്ടണം, പേര് കിട്ടണം, പേര്. സാറേ സാറിന്റെ മോനാ, കുറെ പാണ്ടികള് സാറിന്റെ മോനെ അവിടെ പിടിച്ചു വെച്ചേക്കുവാ. സുബിനെ അലഞ്ഞിരുന്നൊക്കെ മതി, കൗണ്ട് ചെയ്യട്ടെ, പിള്ളേരൊക്കെ വണ്ടിക്ക് തേറ്റ് മോനെ. എടാ ഒരു പഫ് എടുക്കുന്നോ? സാധനമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ബസ്സിൽ തീ പിടിച്ചു, ബസ്സിൽ പോകാം. സുബിനെ അല്ല, ഇത് സ്മോക്ക് അല്ല. ഇത് ഞാൻ ഈ വണ്ടിക്കകത്തുള്ളപ്പം ആരാന്നറിയത്തില്ല, ആരോ സിഗരറ്റ് വലിച്ചു. ആരാ അത് വലിച്ചേ? സുബിനെ അത് ആരാ വലിച്ചേ? എനിക്ക് അറിയണം, ആരാ വലിച്ചേ? വേണ്ട, എന്റെ മോനുണ്ടല്ലോ, മോനെ ഇവിടെ ആരാ വലിച്ചേ? അറിയത്തില്ല അച്ഛാ. എന്തായാലും നമ്മുടെ ടൂറ് പോയടാ. ഇനിയിപ്പോ വീട്ടിൽ ചെല്ലാൻ 2-3 മണിക്കൂർ കൂടെ ഉണ്ട്. എങ്ങനെയും വീട്ടിൽ ചെന്നാ മതി. നമ്മുടെ സാറല്ലേ? ഇന്നലത്തെ നമ്മുടെ ടൂർ അടിപൊളിയായിരുന്നില്ലോ. നമ്മുടെ സാറുള്ളോണ്ട് അടിച്ചു പോയിച്ചില്ലയോ? നമ്മുടെ സാറായിരുന്നു. പരുന്ന് വരുന്നു. എങ്ങനെയാണോ വിളിക്കുന്നത് സാറേ? എന്താ സാറേ ഇന്നലത്തെ നമ്മുടെ ടൂർ പൊളിച്ചില്ലയോ? അസൈൻമെന്റ് വെച്ചായിരുന്നു മാത്സിന്റെ? ഇല്ല, അതൊന്നും കുഴപ്പമില്ല, നമ്മുടെ സാറല്ലയോ. എങ്കിൽ ആ സി മാർക്ക് അങ്ങ് മറന്നേക്ക്. പിന്നെ സാറിന്റെ ഒരു തമാശ. പിന്നെ അസൈൻമെന്റ് വെക്കാത്ത ഫുൾ ലിസ്റ്റ് എടുത്തു. കുമാരൊന്ന് എക്സാം എഴുതണ്ട. ഈ സാറല്ലേ ഇന്നലെ ടൂറിന് വന്നേ?